അടുത്ത എക്സാമ്പിൾ. ചെക്ക് വെദർ ദ ഫോളോയിങ് ക്യാൻ ഡിഫൈൻ എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. താഴെ തന്നിരിക്കുന്നത് ഇത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ചെക്ക് വെദർ ദ ഫോളോയിങ് ക്യാൻ ഡിഫൈൻ എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഈ തന്നിരിക്കുന്നത് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ എക്സിന് അസ്യൂം ചെയ്ത വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2, 3, 4 അല്ലേ? അപ്പോൾ ഞാൻ ടേബിൾ ആക്കി 0, 1, 2, 3, 4. ഓക്കെ, എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് 0 കൊടുക്കുമ്പോൾ 0/14 0, എക്സിന് 0 കൊടുക്കുമ്പോൾ 0/14 0, 1 കൊടുക്കുമ്പോൾ 1/14, 2/14 2 കൊടുക്കുമ്പോൾ, 3 കൊടുക്കുമ്പോൾ 3/14, 4 കൊടുക്കുമ്പോൾ 4/14. ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂസ്. ഇത് ഇത്രയാണെന്ന് കരുതി. ഓക്കെ, ഇനി നമ്മുടെ കണ്ടീഷൻ എന്താ? ഇതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സുകളുടെ വാല്യൂ 0യോ അതിനേക്കാൾ വലുതോ ആകണം. രണ്ടാമത്തെ കണ്ടീഷൻ, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, എല്ലാവരും കൂട്ടി കഴിഞ്ഞാൽ ഉത്തരം എത്ര കിട്ടണം? 1 കിട്ടണം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആണോ? 0 ആണ്. 1/14 പോസിറ്റീവ് വാല്യൂ ആണ്. 2/14 ഇതെല്ലാം പോസിറ്റീവ് വാല്യൂ ആണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. 0യോ അതിനേക്കാൾ വലുതോ ആയിരിക്കും. നെഗറ്റീവ് വാല്യൂസുകൾ ഒന്നും PDF ആയിട്ട് എഫ് ഓഫ് എക്സിന് കിട്ടിയിട്ടില്ല. സോ എന്ത് പറയാം? നമുക്ക് എന്ത് പറയാം? അതെല്ലാം ഇപ്പോഴും ഒരു ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഈ രണ്ടാമത്തെ കണ്ടീഷൻ, ഈ ആൻസറുകളെല്ലാം എടുത്ത് കൂട്ടണം. 0 + 1/14 + 2/14 + 3/14 + 4/14. ഈ എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് എല്ലാം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 14 ആണ് LCM. 1 + 2 + 3 + 4 10/14. 10/14 ആണ് കിട്ടിയത്. 10/14 ഒരിക്കലും എന്തിന് ഈക്വൽ അല്ല? 1ന് ഈക്വൽ അല്ല. 10/14 ഒരിക്കലും എന്തിന് ഈക്വൽ അല്ല? 1/14 1ന് ഈക്വൽ അല്ല. 1 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടില്ല. അപ്പൊ ഏത് കണ്ടീഷൻ വയലേറ്റ് ചെയ്തു? സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. സോ എന്താ ഇതല്ല? ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ, നോട്ട് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഈ എഫ് ഓഫ് എക്സ് ഒരിക്കലും എന്തിനെ തരുന്നില്ല? ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ തരുന്നില്ല. നോട്ട് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സുകൾ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എല്ലാം എഫ് ഓഫ് എക്സുകളുടെ ആൻസേഴ്സ് എല്ലാം നോൺ നെഗറ്റീവ് പോസിറ്റീവ് വാല്യൂസ് അല്ലെങ്കിൽ 0യോ അതിനേക്കാൾ വലുതോ ആണോ എന്ന് നോക്കുക. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നുണ്ടോ നോക്കുക. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. രണ്ടിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ ഒരു കാരണവശാലും നമ്മൾ എന്ത് പറയില്ല? അതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയില്ല. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ. അപ്പോൾ ഇതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ല. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 - x²/4 അതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന്. എക്സ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? 3 - 0²/4 3/4. എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? 3 - 1²/4 3 - 1/4 ഈസ് 2/4. ഓക്കെ, എക്സ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സുകളുടെ വാല്യൂ ഞാൻ ആ ടേബിൾ പോലെ എഴുതുന്നില്ല, എഴുതിയാലും കുഴപ്പമില്ല. 3 - 2²/4 3 - 4/4 ഈക്വൽ ടു -1/4. ഓക്കെ, ഇനി ആ ഡിസ്ട്രിബ്യൂഷൻ എഴുതി ചുമ്മാ ഒന്ന് എഴുതി നോക്കാം. 0, 1, 2 ആണ്. എഫ് ഓഫ് എക്സുകളുടെ വാല്യൂസ് നമുക്ക് എന്ത് കിട്ടും? 3/4 2/4 -1/4 ഇങ്ങനെ എഴുതി. 3/4 2/4 -1/4 എന്ന് എഴുതി. ഇനി നമ്മൾ കണ്ടീഷൻ എന്താ? ഇതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആകണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എഫ് ഓഫ് എക്സുകൾ നോൺ നെഗറ്റീവ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എല്ലാ എഫ് ഓഫ് എക്സുകളുടെയും വാല്യൂസ് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? 1 എന്ന് പറയുന്ന ഉത്തരം കിട്ടണം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ആൻസേഴ്സ് നെഗറ്റീവ് ആകാൻ പാടില്ല. ആൻസറുകൾ നോക്കുക, ഇവിടെ ഒരു 3/4 എന്ന് പറയുന്ന ആൻസർ ഉണ്ട്, പോസിറ്റീവ് ആണ്. 2/4 എന്ന് പറയുന്ന ആൻസർ ഉണ്ട്, പോസിറ്റീവ് ആണ്. പക്ഷേ അടുത്ത ആൻസർ എത്ര ആണ്? -1/4 ആണ്. നെഗറ്റീവ് 1/4 ആണ് കിട്ടിയത്. നെഗറ്റീവ് ഉണ്ടാകാൻ പാടില്ല. സോ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല? ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ, രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകണ്ട. ചെക്ക് ചെയ്താലും കിട്ടിയാലും കിട്ടിയില്ലാലും നമ്മൾ നോക്കണ്ട. അവിടെ വെച്ച് നമുക്ക് പറയാം ഫസ്റ്റ് കണ്ടീഷൻ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെർഫോർ ഇതൊരിക്കലും എന്തല്ല? നോട്ട് എ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നോട്ട് എ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓർ എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ? ഇപ്പോൾ ഒരു PDF അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആകണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ്, എഫ് ഓഫ് എക്സുകൾ
നോൺ നെഗറ്റീവ് ആയിരിക്കണം. എഫ് ഓഫ് എക്സുകളുടെ വാല്യൂസുകളെല്ലാം സം ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ് എത്ര വാല്യൂസ് ഉണ്ടോ അതെല്ലാം കൂടെ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടണം? 1 കിട്ടണം. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന എഫ് ഓഫ് എക്സുകളെ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഡിസ്ക്രീറ്റ് കേസിലാണേ പറയുന്നത്. ഡിസ്ക്രീറ്റ് കേസ് ക്ലിയർ. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നമുക്കിനി ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഡെഫിനിഷൻ കൂടെ പറയാം. അത് പറയാനുള്ള ഡെഫിനിഷൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ കഴിഞ്ഞ ഇത് ഫസ്റ്റ് നിങ്ങളുടെ കോഴ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെങ്കിലും നേരത്തെ ഈ കോഴ്സിൽ മുൻ വർഷങ്ങളിൽ 2019-ലും 2015-16 സ്കീമിലും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസുകളുണ്ട് നമ്മുടെ കയ്യിൽ. ആ ക്വസ്റ്റ്യൻസുകളും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് മാക്സിമം നമുക്ക് ക്വസ്റ്റ്യൻസുകൾ കിട്ടും ഈ ഒരു സെക്ഷനിൽ നിന്നുള്ള.